PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠന രീതികളും അനുരൂപീകരണ ടീച്ചിങ് മാനുവലും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ LPUP ഇൻ്റർവ്യൂവിന് വേണ്ടി കൃത്യമായ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് LPUP ഇൻ്റർവ്യൂവിന് വേണ്ടി സീരിയസ് ആയി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സുകളും ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമുക്ക് LPUP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. LPUP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് LPUP ഇൻ്റർവ്യൂവിന് മുൻ വർഷങ്ങളിൽ, അതായത് മുൻപ് ചോദിച്ചിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി സമഗ്രമായി തയ്യാറാക്കിയേക്കുന്ന എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായി തയ്യാറാക്കിയെടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്, അതുകൂടാതെ സൈക്കോളജി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ തവണ നടന്ന സ്കൂൾ കലോത്സവ, കായിക കലോത്സവം തുടങ്ങിയ എല്ലാ മേഖലകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയെടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മുടെ സൈക്കോളജിയുടെ പോർഷൻസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ മതി. LPUP ഇൻ്റർവ്യൂ എന്ന് മെൻഷൻ ചെയ്ത് അയക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പഠന രീതികളും അനുരൂപീകരണ ടീച്ചിങ് മാനുവലും. ഭിന്നശേഷിയുള്ള ഓരോ കുട്ടികൾക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സ്വന്തം പരിമിതികൾ മറികടന്ന് പഠിക്കാൻ കഴിയുന്നക്ക വിധം അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കിയതാണ് ഏത് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. അതായത് ഭിന്നശേഷിയുള്ള ഓരോ കുട്ടികൾക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവരുടെ പരിമിതികൾ മറികടന്നുകൊണ്ട് നല്ല രീതിയിൽ പഠനം എളുപ്പമാക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവലാണേത് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പഠന ബോധന തന്ത്രങ്ങൾ തയ്യാറാക്കൽ. ഒന്നെന്താണ് പഠന ബോധന തന്ത്രങ്ങൾ തയ്യാറാക്കൽ. മറ്റൊന്ന്, പഠന ഉപകരണങ്ങളുടെ രൂപകൽപ്പന, പഠനബോധ പ്രവർത്തന നിർവഹണം, വിലയിരുത്തൽ, പരിഹാര ബോധന പ്രവർത്തനം. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു അനുരൂപീകരണ ടീച്ചിങ് മാനുവലിൽ വരുന്നത് ഏതൊക്കെയാണ്? പഠന ബോധന തന്ത്രങ്ങൾ തയ്യാറാക്കൽ, പഠന ഉപകരണങ്ങളുടെ രൂപകൽപ്പന, പഠന ബോധന പ്രവർത്തനങ്ങളുടെ നിർവഹണം, വിലയിരുത്തൽ, പരിഹാര ബോധന പ്രവർത്തനം എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ അനുരൂപീകരണ ടീച്ചിങ് മാനുവലിൻ്റെ പ്രധാനപ്പെട്ട തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് IEP, അതായത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും പരിമിതികളുടെ തലവും വിശദമായി വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടിയാണ് എന്ന് വിളിക്കുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും പരിമിതികളും തലവും വിശദമായി വിശകലനം ചെയ്യുന്ന കുട്ടികളുടെ അനുയോജ്യമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണേത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് ഭാഗങ്ങളാണ് ഈ ഒരു പ്ലാനിലുള്ളത്. ഒന്ന്, കുട്ടിയുടെ വ്യക്തിഗത കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. അതായത് കുടുംബം, സാമൂഹ്യം, ആരോഗ്യം, അഭിരുചി, അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു തലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വൈജ്ഞാനിക തലത്തിന് എത്രത്തോളം എന്നും സവിശേഷ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്നും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, രണ്ടാം തലത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ രണ്ട് തലമുണ്ട്. ഒന്ന് കുട്ടിയുടെ വ്യക്തിഗത തലമായിരിക്കും, അതായത് കുടുംബം, സാമൂഹ്യം, ആരോഗ്യം, അങ്ങനെ ആ വ്യക്തിയുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യത്തെ തലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക. എന്നാൽ രണ്ടാമത്തെ തലത്തിലാണെങ്കിലോ കുട്ടിയുടെ വൈജ്ഞാനിക നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവൻ്റെ മികവുകൾ, അവൻ്റെ പരിമിതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും രണ്ടാമത്തെ തലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിഗതമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ രണ്ട് വിഭാഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ രണ്ട് വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷത്തേക്ക് സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞാൽ? അംഗപരിമിതി ഉള്ളവർക്ക് പൊതു ഇടങ്ങളിൽ ചലന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രചാരണ പരിപാടിയാണ് ഈ സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. എന്താണ്? അംഗപരിമിതി ഉള്ളവരുടെ പൊതു ഇടങ്ങളിലുള്ള ചലന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രചാരണ പരിപാടി എന്തെന്ന് വിളിക്കുന്നു? സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് വിളിക്കുന്നു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ, അതായത് 2015 ഡിസംബർ 3
കേന്ദ്രമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയാണ് ഈ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. അംഗപരിമിതിയുടെ പൊതു ഇടങ്ങളിലെ ചലന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രചരണ പരിപാടിയുടെ പേരെന്താണ്? സുഗമ്യ ഭാരത് അഭിയാൻ. എന്താണ്? അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ, അത് 2015 ഡിസംബർ 3 അന്നത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി പഠന രീതികളെക്കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പ്രധാനപ്പെട്ട 2 രീതിയിലാണ് പഠന രീതികൾ വരുന്നത്. ഒന്ന് ശിശു കേന്ദ്രീകൃത പഠന രീതി, അല്ലേ? ശിശു കേന്ദ്രീകൃത പഠന രീതി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കും മെയിൻ ഫോക്കസ് സ്റ്റുഡൻസിനായിരിക്കും. സെക്കൻഡ് അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ്. അധ്യാപകർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട പഠന രീതികളാണ് ഉള്ളത്. ഇതിൽ തന്നെ ശിശു കേന്ദ്രീകൃത പഠന രീതി പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. ഏകദേശം 5 പ്രധാനപ്പെട്ട ശിശു കേന്ദ്രീകൃത പഠന രീതിയാണ് ഉള്ളത്. ഫസ്റ്റ് വണ്ണാണ് അന്വേഷണാത്മക പഠന രീതി. അന്വേഷണാത്മക പഠന രീതി, പ്രശ്നപരിഹാര പഠന രീതി, അപഗ്രന്ഥന രീതി, പ്രൊജക്റ്റ് രീതി, കളി രീതി. അപ്പോൾ ഈ പറയുന്ന 5ഉം എന്താണ്? ഇത് 5ഉം ശിശു കേന്ദ്രീകൃത പഠന രീതിയാണ്. ശിശുവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പഠന രീതിയാണ് ശിശു കേന്ദ്രീകൃത പഠന രീതിയാണ്. അതിൽ വരുന്നതാണ് ഏതൊക്കെ? കളി രീതി, പ്രൊജക്റ്റ് രീതി, അപഗ്രന്ഥന രീതി, പ്രശ്നപരിഹാര രീതി, അന്വേഷണാത്മക രീതി എന്നൊക്കെ പറയുന്നത്. ഇത് ഓരോന്നും എന്താണ് നമുക്ക്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അന്വേഷണാത്മക പഠന രീതി എന്ന് പറയുന്നത്. എന്തായിരിക്കും അന്വേഷണാത്മക പഠന രീതി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സന്ദർഭമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിലവാരത്തിലുള്ള അന്വേഷണം. എന്താണ്? ഒരു സന്ദർഭമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിലവാരത്തിലുള്ള അന്വേഷണമാണ് അന്വേഷണാത്മക പഠന രീതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയെ നമുക്ക് 2 പേരിൽ കൂടെ വിളിക്കാം. ഒന്ന് ഹ്യൂറിസ്റ്റിക് രീതി എന്നും കണ്ടെത്തൽ രീതി എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് രീതി എന്നും കണ്ടെത്തൽ രീതി എന്നറിയപ്പെടുന്ന എന്ത് തന്നെയാണ്? അന്വേഷണാത്മക പഠന രീതി തന്നെയാണ്. ഉപജ്ഞാതാവ് ആരാണ്? പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് ഈ അന്വേഷണാത്മക രീതിയുടെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു സന്ദർഭമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിലവാരത്തിലുള്ള അന്വേഷണമാണ് അന്വേഷണാത്മക രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂറിസ്റ്റിക് രീതി എന്നും കണ്ടെത്തൽ രീതി എന്നും ഇതിന് പേരുണ്ട്. ഇത് ഉപജ്ഞാതാവ് ആരാണ്? പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ്. അതുപോലെ ഈ അന്വേഷണാത്മക രീതിക്ക് കുറച്ച് മികവുകളുണ്ട്. എന്തൊക്കെയാണ്? സ്വന്തം അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും അറിവ് നേടുന്നു, പ്രശ്നം പരിഹരിക്കാൻ ആനന്ദം അനുഭവിക്കുന്നു, സ്വന്തമായി കൽപ്പിക്കുന്ന വിധിയിൽ വിശ്വസിക്കുന്നു, തെറ്റിനെ ഭയപ്പെടുന്നില്ല, കാഴ്ചപ്പാടിൽ അയവുണ്ടാകുന്നു, എല്ലാ ചോദ്യങ്ങൾക്കും അന്തിമ ഉത്തരം വേണമെന്ന് ശഠിക്കുന്നില്ല. ഇത്രയുമാണ് ഈ അന്വേഷണാത്മക രീതിയുടെ പ്രധാനപ്പെട്ട മികവുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശ്നപരിഹാരണ രീതിയാണ്. എന്തൊക്കെയാണ് പ്രശ്നപരിഹാരണ രീതി എന്ന് പറയുന്നത്? 1984 അമൂർത്തമായ പ്രശ്നപരിഹാരണ ശേഷി വികസിപ്പിക്കാൻ സഹായകമായി ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ഇനി അടുത്തതാണ് പ്രശ്നപരിഹരണ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നപരിഹരണ രീതി എന്ന് നമുക്ക് നോക്കാം. 1984 ഒരു രീതി വരുന്നത്. പ്രതിഫാത്മകമായ ചിന്തയും യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിന് സഹായകമാകുന്നൊരു പഠന രീതിയാണ്. പ്രതിഫാത്മക ചിന്തയും യുക്തിചിന്തയൊക്കെ വളർത്തുന്നതിന് സഹായകമായിട്ടുള്ള രീതിയാണേത്? പ്രശ്നപരിഹരണ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായ പരിഹരണത്തിനായി ചില ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രശ്നം തിരിച്ചറിയലാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? പ്രശ്നം നിർവചിക്കുന്നു. അപ്പോൾ പ്രശ്നം തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ പ്രശ്നം നിർവചിക്കുന്നു, പരികൽപ്പനയുടെ രൂപീകരണം, പ്രശ്നപരിഹാര തന്ത്രങ്ങളുടെ ആസൂത്രണം, തന്ത്രങ്ങൾ നടപ്പിലാക്കൽ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കൽ, അപഗ്രന്ഥനവും നിഗമനവും വിലയിരുത്തൽ. അപ്പോൾ ഇത്രയുമാണ് ശാസ്ത്രീയമായ പ്രശ്നപരിഹാരത്തിലെ ചില ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ? പ്രശ്നം തിരിച്ചറിയുന്നു, പ്രശ്നം തിരിച്ചറിഞ്ഞ പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു? സൂക്ഷ്മതലത്തിൽ കൃത്യമായിട്ട് പരിശോധിക്കുന്നു അല്ലെങ്കിൽ നിർവചിക്കുന്നു. അതുപോലെ പരികൽപ്പനയുടെ രൂപീകരണം, നിലവിലുള്ള അറിവുകളും അടിസ്ഥാനത്തിൽ പ്രശ്നത്തിൻ്റെ ചില പരിഹാര മാർഗങ്ങൾ ഊഹിച്ചെടുത്ത് അതിൽ യോജിച്ചവയെ പരികൽപ്പനയെ പരിഗണിക്കുന്നു. അടുത്തത് പ്രശ്നപരിഹാര തന്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ആസൂത്രണം ചെയ്യുന്നു. എങ്ങനെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. അടുത്തത് അപഗ്രന്ഥനവും നിഗമനവുമാണ്. ലാസ്റ്റ് വൺ എന്ത് ചെയ്യുന്നു? അതിനെ വിലയിരുത്തുന്നു. ഇനി അപഗ്രന്ഥന രീതി എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. എന്താണ് പ്രധാനപ്പെട്ട അപഗ്രന്ഥന രീതി? പ്രശ്നത്തെ
ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണുന്ന പഠന രീതിയാണ് അപഗ്രന്ഥന രീതി. എന്ത് ചെയ്യുന്നു? ഒരു പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റുന്നു, എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? പരിഹാരം കാണുന്നു. അപഗ്രന്ഥന രീതിയിലൂടെ പ്രശ്നത്തിന് വിവിധ വശങ്ങളും പ്രശ്ന കാരണവും തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപഗ്രന്ഥന രീതിയിലൂടെ പ്രശ്നത്തിന് വിവിധ വശങ്ങളും പ്രധാന കാരണവും ഒക്കെ തിരിച്ചറിയാനായിട്ട് അപഗ്രന്ഥന രീതിയിലൂടെ സഹായിക്കുന്നതാണ്. അടുത്തതാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. എന്തായിരിക്കും പ്രൊജക്റ്റ് രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സാന്ദർഭികമായി വന്നു ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയത്തിനുള്ളിൽ അപഗ്രന്ഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന പഠന രീതി. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പ്രശ്നമോ പെട്ടെന്ന് സന്ദർഭമായിട്ട് ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എന്ത് ചെയ്യുന്നു? അപഗ്രന്ഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് എന്ന് വിളിക്കുന്നത് പ്രൊജക്റ്റ് രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് രീതിയിൽ എന്താ പറയുക, പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പ്രശ്നാധിഷ്ഠിതമായിരിക്കും, ഉദ്ദേശാധിഷ്ഠിതമായിരിക്കും, പ്രവർത്തനാധിഷ്ഠിതമായിരിക്കും, യഥാർത്ഥമായിരിക്കും, സ്വാതന്ത്ര്യമുണ്ടാകും, ഉപയോഗക്ഷമത ഉണ്ടായിരിക്കും, ഉദ്ഗ്രന്ഥനം ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതയിൽ പെടുന്നവയാണ്. ഇനി പ്രൊജക്റ്റ് രീതിയുടെ മികവുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സജീവമായിട്ടുള്ള പഠന പങ്കാളിത്തം ഉണ്ടായിരിക്കും. പഠിതാക്കൾക്ക് സമ്പൂർണ്ണ പങ്കാളിത്തം എന്ത് ചെയ്യുന്നു? ഉറപ്പു നൽകുന്നു. സമഗ്രത, വ്യക്തിത്വ വികസനം ഒക്കെ സാധ്യമാകുന്നു. പ്രശ്നപരിഹാരത്തിന് ലഭിക്കുന്ന ആനന്ദം തുടർ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. ആന്തരിക പ്രചോദനത്തിന് പഠനത്തിൽ താല്പര്യമുള്ളവരാക്കുന്നു. ഇതൊക്കെ എന്താണ്? ഈ തരത്തിലുള്ള പ്രൊജക്റ്റ് രീതിയുടെ പ്രധാനപ്പെട്ട മികവുകളാണ്. ഇനി അടുത്തതാണ് കളിരീതി അല്ലെങ്കിൽ ക്രീഡാരീതി എന്ന് വിളിക്കുന്നത്. എന്താണ് കളിരീതി? സാംക്രമികമായ പഠനരീതിയെ അവലംബിച്ചു വരുന്നൊരു ബോധന രീതിയാണിത്. കളിയുടെ പ്രവാചകൻ ആരാണ്? ഹെൻറി കാൾഡു കുക്കാണ് ഈ ഒരു കളിരീതിയുടെ പ്രചാരകനായിട്ട് വരുന്നത്. ചുറ്റുപാട് സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ രൂപപ്പെടുത്താനും അവസ്ഥകളിൽ നിരീക്ഷണം നടത്താനും സഹായകമാകുന്ന പഠന രീതിയാണ് ഇതിലറിയപ്പെടുന്നത് കളിരീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ എന്താണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചലനത്തിന് പ്രാധാന്യമുള്ള കളികളിൽ ഏർപ്പെടുന്ന നഴ്സറി കുട്ടികൾ വേഗതയെക്കുറിച്ചും ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ദിശ, തുലനം എന്നിവയെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് സഹായകമാകുന്നു. അപ്പോൾ എന്ത് കാര്യങ്ങളും എന്താണ്, അവൻ പഠിക്കുന്ന ഏതൊരു കാര്യങ്ങളും ഒരു ആക്ടിവിറ്റിയിലൂടെ അല്ലെങ്കിൽ കളികളിലൂടെ പഠിക്കുന്ന രീതിയാണ് ഈ കളിരീതി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കളിരീതിയെ നമുക്ക് വേണമെങ്കിൽ വേറൊരു പേരിലും കൂടെ വിളിക്കാം, ക്രീഡാരീതി എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ കളിരീതിയെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രീഡാരീതി എന്നും വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ആഗമന നിഗമന രീതികൾ. എന്താണ് ആഗമന നിഗമന രീതികൾ എന്ന് നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് വൺ ആഗമന രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പഠന പ്രക്രിയ ധാരാളമായി പ്രയോജനപ്പെടുന്ന ഒരു പഠന രീതിയാണ് ഈ ആഗമന രീതി എന്ന് പറയുന്നത്. പഠന പ്രക്രിയ ധാരാളമായിട്ട് പ്രയോജനപ്പെടുന്ന രീതി ഏതാണ്? അത് ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളുടെയും പൊതു തത്വങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതി. അപ്പോൾ ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പൊതു തത്വങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ഏത്? ആഗമന രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഗമന രീതി കുറച്ച് മികവുകളുണ്ട്. ഒന്ന്, നിരീക്ഷിച്ച വസ്തുക്കളെക്കുറിച്ച് യുക്തിപരമായി നിഗമനം രൂപപ്പെടുത്തുന്ന സ്വാഭാവികമായിട്ടുള്ള രീതിയാണിത്. ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള സംഭവങ്ങളെയും പ്രതിഭാസങ്ങളെയും സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ ഇത് ആഗമന രീതി സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ പഠിതാക്കൾ എന്ത് ചെയ്യുന്നു? സ്വയം പൊതുതത്വങ്ങൾ രൂപീകരിക്കുന്നു. പഠിതാക്കൾ സ്വയം എന്ത് ചെയ്യുന്നു? പൊതുതത്വങ്ങൾ രൂപീകരിക്കുന്നു. പഠനം കുറച്ചും കൂടി രസകരമാക്കാൻ ഇതിലൂടെ സഹായിക്കും. അതുപോലെ തന്നെ വിശകലനാത്മക ചിന്ത വളർത്താനും ഉയർന്ന തലത്തിൽ ചിന്താശേഷി വികസിപ്പിക്കാനും ഒക്കെ ഈ ഒരു ആഗമന രീതിയിലൂടെ സഹായിക്കും. ഇനി ആഗമന രീതിയുടെ കുറച്ച് പരിമിതികളുണ്ട്. നടപ്പിലാക്കുന്നതിന് കൂടുതൽ അധ്യാപക വൈവിധ്യം ആവശ്യമാണ്. ഈ ഒരു രീതി നടപ്പിലാക്കുന്നതിന് എന്താണ്? അധ്യാപകർക്ക് കൂടുതൽ വൈവിധ്യം ആവശ്യമാണ്. അതുപോലെ തന്നെ കൂടുതൽ ഭാവനയും കുറച്ചുകൂടെ കുറേ സമയവും ഒക്കെ കൂടുതലൊക്കെ ഈ ഒരു രീതി നടപ്പിലാക്കണമെങ്കിൽ വേണം. ഇനി അടുത്താണ് നിഗമന രീതി എന്ന് പറയുന്നത്. ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നെ സന്ദർഭങ്ങളിലൂടെയോ ഉദാഹരണങ്ങളുടെയോ ആശയം വിശദമാക്കുകയും ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നെ സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളുടെയും ആശയം വിശദമാക്കുകയും ചെയ്യുന്ന പഠന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? നിഗമന രീതി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ നിഗമന രീതി എന്ന് പറയുന്നത് ഒരു അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ് കേട്ടോ. നിഗമന രീതി എന്താണ്? ഒരു അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ് നിഗമന രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. പ്രഭാഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, പ്രഭാഷണമാണ്. അതെന്താണ്? അതൊരു അധ്യാപക കേന്ദ്രീകൃത രീതിയാണ് ഈ പ്രഭാഷണ രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രഭാഷണ രീതിയിൽ 4 ധർമ്മങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രഭാഷണ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 4 ധർമ്മങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന്, കുട്ടികളിലെ താല്പര്യം ഉണർത്തൽ, വ്യക്തിഗത വരുത്തുവാൻ എന്ത് ചെയ്യുന്നു? കുട്ടികളെ വിവിധ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു?
കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്ത് ഈ ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ രീതിക്ക് മൊത്തം 6 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ആസൂത്രണവും തയ്യാറെടുപ്പും. എന്താണ് അധ്യാപകൻ കൃത്യമായിട്ട് എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു പ്ലാൻ ചെയ്യുന്നു. പിന്നെ അധ്യാപകൻ എന്ത് ചെയ്യുന്നു, പാഠം അവതരിപ്പിക്കുന്നു. പിന്നെ പാഠം അവതരിപ്പിക്കാൻ പോകുന്നു. പിന്നെ എന്താണോ അധ്യാപകൻ പഠിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് മാറ്റർ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഡെമോൺസ്ട്രേഷനാണ്. പിന്നെ ടീച്ചിങ് എയ്ഡ്സ്, പിന്നെ മൂല്യനിർണ്ണയം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡെമോൺസ്ട്രേഷൻ രീതികൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡെമോൺസ്ട്രേഷൻ രീതിയുടെ മികവുകൾ എന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് വിഷയം കൂടുതൽ ആഴത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കാൻ പഠന പ്രക്രിയ സജീവമായി നടത്താനും സഹായിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പരമ്പരയിടയിൽ വിഷയങ്ങൾ താല്പര്യം സൃഷ്ടിക്കുകയും അത് മൂർത്ത പഠനത്തിലേക്ക് എത്തിക്കാനും ഒക്കെ എന്ത് സഹായിക്കുന്നു, ഈ ഡെമോൺസ്ട്രേഷൻ രീതിയിലൂടെ സഹായകമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് കളിരീതിയെ കുറിച്ചിട്ടാണ്. എന്തായിരിക്കും കളിരീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാംക്രിയമായ പഠന രീതി അവലംബിച്ചിരുന്ന ബോധന രീതിയാണ് ഏത്, കളിരീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാംക്രിയമായ പഠന രീതി അവലംബിച്ചിരുന്ന ബോധന രീതി കളിരീതി എന്ന് പറയുന്നത്. ഈ കളിരീതി നമുക്ക് മറ്റൊരു പേരോട് വിളിക്കാം കേട്ടോ. ക്രീഡാരീതി എന്ന് അറിയപ്പെടുന്നതും ഈ കളിരീതി തന്നെയാണ്, ഒന്ന് ഓർത്തിരിക്കണേ. അതുപോലെ കളിരീതിയുടെ പ്രചാരകൻ എന്ന് പറയുന്നത് ഹെൻറി കാർഡ്വെൽ കുക്കാണ്. ഹെൻറി കാർഡ്വെൽ കുക്കാണ് ഈ കളിരീതിയുടെ പ്രധാനപ്പെട്ട പ്രചാരകൻ. എന്താണ് നമുക്ക് കളിരീതി എന്ന കളിരീതി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനും സഹായിക്കുന്ന പഠന രീതി ഏതാണ്, കളിരീതിയാണ്. അപ്പോൾ ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും, നമ്മളിലുണ്ടാവുന്ന ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായിട്ടുള്ള അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണം നടത്താനും സഹായകമാകുന്ന ഒരു പഠന രീതിയാണ് ഏത്, കളിരീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.